സലി സാറേ, നമ്മളിപ്പോൾ ഒരു CFA തുടങ്ങുക എന്നുള്ള ഒരു പോസ്റ്റർ നമ്മളിപ്പോൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കൊണ്ട് കുറേ എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ CFA എന്നുള്ള കോഴ്സിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? പിന്നെന്താ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് കൊടുത്തൊരു മേജർ പ്രോമിസ് ആയിരുന്നു എന്ത്, ACCA എന്ന് പറയുന്ന ക്ലാസ് ഓൺലൈനായിട്ട് അത്രയും അടിപൊളിയായിട്ട് ഡെലിവറി എന്നുള്ളൊരു കാര്യം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പരസ്യം ചെയ്തൊരു കാര്യമാണ് എന്ത്, CFA പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ പൊതുവെ ആൾക്കാർക്ക് ACCA എന്താണെന്ന് അറിയാം, CA എന്താണെന്ന് അറിയാം, CMA US എന്താണെന്ന് അറിയാം, അല്ലെ CMA ഇന്ത്യ എന്താണെന്ന് അറിയാം. പക്ഷേ ഇവിടെ നമ്മൾ ഈ എഡ്യൂക്കേഷൻ സെക്ടറിൽ അധികം ആൾക്കാർക്ക് അറിയാത്തൊരു കോഴ്സാണ് എന്ത്, CFA. ഓക്കെ, അതെ, ഈ CFA ഇപ്പൊ നമ്മൾ നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലെ. അപ്പോ അത് ഇപ്പൊ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അതിനെ കൊണ്ടുള്ള ഈ ഇതാർക്കാണ് ഇത് ഉപയോഗപ്രദമാവുക എന്നുള്ളൊരു സംഭവം ഒന്ന് പറയാൻ പറ്റുമോ? അതെ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ CFA പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന എസ്പെഷ്യലി മലയാളത്തിൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന വളരെ കുറവാണ് അല്ലേ. അപ്പോൾ നമ്മളിത് പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേരളം എന്ന് പറഞ്ഞ ഈ മാർക്കറ്റിൽ അത്രയും ഡെവലപ്മെന്റ് കൊണ്ടുവരിക, നമ്മൾ കരിയർ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, CFA പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അത് യൂസ് വരുന്ന ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കരിയറിൽ പ്രോഗ്രഷൻ വേണമെന്ന് തോന്നുന്ന ആൾക്കാർ. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഒരു ACCA കംപ്ലീറ്റ് ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ ACCA ഫൈനൽ പേപ്പേഴ്സ് ചെയ്യുന്ന ഒരാളോ, CA കംപ്ലീറ്റ് ചെയ്ത വ്യക്തിയോ, CA ഫൈനൽ ചെയ്യുന്ന ഒരാളോ, അങ്ങനത്തെ ആൾക്കാർക്ക് കരിയർ പ്രോഗ്രഷൻ ചെയ്യണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന വളരെയധികം നല്ല ഒരു കോഴ്സാണ് എന്ത്, നമ്മുടെ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്. ഓക്കെ, ഇപ്പൊ CFA ഇപ്പൊ നമ്മളിപ്പോ ACCA ആണെങ്കിൽ UK ബോഡിയാണ്. അപ്പൊ അതേപോലെ ഇപ്പൊ CFA എന്ന് പറയുന്നത് ഏതെങ്കിലും സ്പെസിഫിക് രാജ്യത്തിന്റെ ബോഡിയോ അങ്ങനെ എന്തെങ്കിലും ആണോ? അതെ, CFA US ബേസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ CFA എന്ന് പറയുമ്പോൾ നമ്മൾ ACCA പറയുന്ന സമയത്ത് നമ്മൾ UK ബേസ്ഡ് ആണെന്ന് പറയും. എന്നാലും ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ ഏറ്റവും പേര് കേൾക്കുന്ന ഏതാണ്, CPA എന്ന് പറയുന്നൊരു കോഴ്സാണ്. CPA US-ന്റെ സർട്ടിഫിക്കേഷൻ ആണ്, റൈറ്റ്. അപ്പോൾ US ബേസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആകുമ്പോൾ അതിൻ്റെതായ ഒരു വാല്യൂ എന്തുണ്ട്, നന്നായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, CFA പ്രൊവൈഡ് ചെയ്യുന്നത്. ദിസ് ഫോക്കസ് ഓൺ, ഇപ്പോൾ നമ്മൾ പൊതുവെ ACCA CA എന്ന് പറയുമ്പോൾ വി ഫോക്കസ് ഓൺ വാട്ട്, വി ഫോക്കസ് ഓൺ ഓഡിറ്റിംഗ്, അക്കൗണ്ടിങ്, അങ്ങനത്തെ ഏരിയാസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നൗ വെൻ ഇറ്റ് കംസ് ടു എന്ത് CFA, വി ഗോ ഇൻ ടു കോർ ഫിനാൻസ്. ഓക്കെ, അപ്പോൾ ഫിനാൻസും ഓഡിറ്റിംഗ് അക്കൗണ്ടിങ് ഡിഫറൻസ് ചോദിച്ചാൽ എന്താ പറയുക, ഫിനാൻസ് എന്ന് പറയുമ്പോൾ വി ഡീൽ വിത്ത് എന്ത്, ദി മണി സൈഡ്, റൈറ്റ്. വി ഡീൽ വിത്ത് ദി മണി സൈഡ്. അപ്പോൾ കമ്പനിയുടെ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പോൾ കമ്പനി കുറച്ച് ഫണ്ട് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക, കമ്പനിക്ക് ആ ഫണ്ട് എന്ത് ചെയ്യണം, കുറച്ച് പ്രോജക്റ്റുകളിലേക്ക് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ സോണി എന്ന് പറഞ്ഞൊരു കമ്പനി എടുക്കണം. ഓക്കെ, ഇപ്പോൾ സോണി എന്ന് പറഞ്ഞ കമ്പനിക്ക് എന്ത് ചെയ്യണം, ഓക്കെ, ദേ വോണ്ട് ടു സ്റ്റാർട്ട് ഒരു ഡിവിഷൻ, അവരുടെ കമ്പനി ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഒരു മൊബൈൽ ഫോണിൻ്റെ ഒരു ഡിവിഷൻ എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യാൻ പോകണം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകണമെങ്കിൽ അവിടെ അവർ ആരുടെ അഡ്വൈസ് എടുക്കും, ഒരു CFA, ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റിന്റെ അഡ്വൈസ് എടുക്കും. എന്ത് തീരുമാനം അവിടെ എടുക്കണം, റൈറ്റ്, എന്ത് പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യണം. നോ, വേറൊരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ACCA അല്ലെങ്കിൽ CA പഠിച്ച ആൾക്കാർ AFM എന്ന് പറഞ്ഞൊരു പേപ്പർ കവർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു പേപ്പറിന്റെ ഒരു അഡ്വാൻസ് ലെവൽ തന്നെയാണ് CFAയിൽ പോകുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ വളരെ, ഇപ്പം എനിക്ക് പേഴ്സണലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഒരു കമ്പനിയെ അക്വയർ ചെയ്യുക, ഒരു കമ്പനിയെ സെല്ല് ചെയ്യുക. ഈ സമയത്തൊക്കെ ഒരു കമ്പനിയെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനി നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂ ചെയ്യണം, റൈറ്റ്. അപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് വാങ്ങുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിന് എന്തറിയണം, ഓക്കെ, ബിൽഡിംഗ് വാങ്ങാൻ ഓക്കെ സെന്റിന് ഇത്ര വാല്യൂ ഉണ്ട്, അല്ലെ, ബിൽഡിംഗ് 4 നിലയുണ്ട്, ഇതിന് ഇത്ര വാല്യൂ ഉണ്ട്. ഈ വാല്യുവേഷൻ ഒക്കെ ചെയ്യില്ലേ, ഈ വാല്യുവേഷൻ ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യാറുണ്ട്, നമ്മുടെ CFA പോലത്തെ കോഴ്സ് അതിന്റെ ബേസ് ബിൽഡ് ചെയ്ത് തരാറുണ്ട്. അതായത് ഇപ്പോൾ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ. എക്സാക്ട്ലി. ഞാനിപ്പോൾ ബിൽഡിംഗ് എക്സാമ്പിൾ പറഞ്ഞ, ബിൽഡിംഗ് ഞാൻ എന്തിനാണ് ഒരു എക്സാമ്പിൾ വേണ്ടി മാത്രം പറഞ്ഞാണ്. കമ്പനീസിന് എന്ത് ചെയ്യുക, ഒരു കമ്പനി നമ്മൾ അക്വയർ ചെയ്യുന്ന സമയത്ത് കമ്പനിയെ വാല്യൂ ചെയ്ത്, ഓക്കെ 10 കോടി ഒരു കമ്പനിയാണ്, ഓക്കെ, അത് എത്രയും സെല് ചെയ്യണം, 15 കോടിക്ക് സെല് ചെയ്യാൻ പറ്റുമോ? അപ്പൊ വാങ്ങുന്ന ഒരാളാണെങ്കിൽ കുറച്ച് വാങ്ങണം, റൈറ്റ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ACCA കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇപ്പൊ ഞാനിപ്പോ എന്റെ കേസ് നോക്കുകയാണെങ്കിൽ, അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫീൽഡൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയ ഒരാൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് പോലെ നമുക്ക് CFA കൺസിഡർ ചെയ്യാൻ പറ്റും. അതെ, ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പൊ ACCA സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ കൊമേഴ്സ് ഫീൽഡ് എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഞാൻ സയൻസ് എടുത്തൊരു വ്യക്തിയാണ്, +1 +2 അല്ലെ. എന്നിട്ട് കൊമേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ACCA എടുക്കുമ്പോൾ വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് ഇൻ ടു ദിസ് ഫീൽഡ്, റൈറ്റ്. നമുക്കിത് എന്താണെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ കയറുന്ന സമയത്ത് പൊതുവെ ആൾക്കാരുടെ ചിന്താഗതി എന്താണ്, ഓക്കെ ഇതൊരു മാത്സ് റിലേറ്റഡ് കോഴ്സാണ്, മാത്സ് കുറേ ഉണ്ട് എന്ന് പല തെറ്റിദ്ധാരണ ഉണ്ട്, എന്ത് CA എടുക്കുന്നവർക്ക് ACCA എടുക്കുന്നവർക്ക്. നമ്മൾ അധികം മാത്സ് ഒന്നും കവർ ചെയ്യുന്നില്ല, റിയലൈസേഷൻ അവിടെ വരുന്നത്. ഈ ഫീൽഡിലേക്ക് ബേസിക് മാത്താണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഈ റിയലൈസേഷൻ നമ്മൾ തുടങ്ങുമ്പോഴല്ലേ മനസ്സിലാവുന്നത്. ACCA എടുത്തതിന് ശേഷം പല സബ്ജക്ട്സും പഠിച്ച് വന്നപ്പോൾ എനിക്കൊരു റിയലൈസേഷൻ വന്നു, ഇതിൽ ചില സബ്ജക്ട്സ് ചില ഏരിയാസിൽ എനിക്ക് എന്തുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. കോർ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ എന്തുണ്ട്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അഡ്വാൻസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പോലെ ഏരിയാസിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. ആ സമയത്ത് എന്ത് ചെയ്യണം, ഓക്കെ സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MBBS എടുത്തൊരു വ്യക്തി എന്തെടുക്കും,
അല്ലെ, MD എടുക്കും, റൈറ്റ്? അതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ACC എടുക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ഫീൽഡിലേക്ക് കോർ ഫിനാൻസിലേക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, CFA ഫോളോ ത്രൂ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി അതിൽ ജസ്റ്റ് ഒരു ആഡ് ഓൺ ചെയ്ത് പറയാണ്, ACC CA എടുക്കുന്നവർക്ക് മാത്രമല്ല CFA എന്നുള്ളത് ഒരു ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, ഇഫ് യു ആർ പെർസ്യൂയിങ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡിഗ്രി കോഴ്സ് ഏത് ഇപ്പോൾ BCom BBA പോലത്തെ ഡിഗ്രി കോഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ഐഡിയ കിട്ടും. ഓക്കെ, കൊമേഴ്സ് ഫീൽഡിൽ നിങ്ങൾ കയറിയല്ലോ, യു ഗെറ്റ് എൻ ഐഡിയ ഓഫ് വാട്ട് യു വോണ്ട് ടു ഡു ഇൻ ദിസ് ഫീൽഡ്. ഓക്കെ, ഒരു ഇൻട്രസ്റ്റ് തോന്നി. ആ ഇൻട്രസ്റ്റ് തോന്നുന്ന സമയത്ത് ഇഫ് യു ആർ ഓൾമോസ്റ്റ് 2 years away ഫ്രം ഗ്രാജുവേഷൻ, 2 years away ഫ്രം ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ 3 വർഷത്തിന്റെ കോഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ ഉടനെ, അപ്പോൾ 2 വർഷം ബാക്കിയുണ്ടല്ലോ, ഓൾമോസ്റ്റ് 23 months എന്നാണ് പറയാം. ഓർ വി കുഡ് സേ എന്ത് 4 year കോഴ്സ് ആണെങ്കിൽ അഗെയിൻ 2 years away. അപ്പൊ സെക്കൻഡ് ഇയർ കഴിഞ്ഞ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം, CFA സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതില് ഇപ്പൊ ഡ്യൂറേഷൻ പറഞ്ഞതുകൊണ്ട് ചോദിക്കാണ്. അപ്പൊ അടുത്ത മേജർ ക്വസ്റ്റ്യൻ, എത്ര വർഷം എടുക്കും ഈ ഒരു CFA ചാരിറ്റി ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആവാൻ? നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ, അതാണല്ലോ നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത്. പെർഫെക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ 18 months ആണ്. ഓക്കെ, 18 months എന്ന് പറയുമ്പോൾ എത്ര, 1.5 വർഷം, റൈറ്റ്? 1.5 വർഷം. പക്ഷെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് പെർഫെക്റ്റ് ആയിട്ട് പോകുമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. എന്തുകൊണ്ട്, നമ്മൾ AC എടുക്കുന്ന ആൾക്കാരാണ്, CA എടുക്കുന്ന ആൾക്കാരാണ്, ജോലിയുടെ കൂടെയാണ് എന്ത് ചെയ്യാറ് പൊതുവെ ആൾക്കാർ എടുക്കാറുള്ളത്. ജോലിയുടെ കൂടെ എടുക്കുമ്പോൾ വർക്കിന്റെ കൂടെ ചെയ്യേണ്ട ഒരു കോഴ്സ് തന്നെയാണ് ഇത്. അപ്പൊ അങ്ങനെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പൊതുവെ ഒരു 2.5 to 3 years ഇതാണ് നമ്മൾ ഒരു ടൈം പറയാറുള്ളത്. കാരണം നമ്മൾ എടുത്ത് ഡെയിലി ബേസിൽ പഠിക്കുന്ന ഒരു സ്ട്രക്ചർ കൊണ്ടുവന്ന് മെല്ലെ മെല്ലെ പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിലേക്ക് പോവുക. അപ്പോൾ ഒരു 2.5 to 3 years ആണ് പൊതുവെ എന്ത് വരിക, നമ്മളൊരു ടൈം ഫ്രെയിം വരിക. ഈ 2.5 to 3 years ഒരു ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും? അതായത് എങ്ങനെയാണ്, അതായത് പല ലെവൽസ് ഉണ്ട് അറിയാം. അതെ. അപ്പോൾ ആ ലെവൽസിന്റെ ഇപ്പൊ CFA ആണെങ്കിൽ 3 ലെവൽസ് ആണ് എക്സാം ഉള്ളത്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ലെവൽ 1 ലെവൽ 2 10 എന്തുണ്ട്, സബ്ജക്ട്സ് ഉണ്ട്. ലെവൽ 3 ഇതേപോലെ 6 സബ്ജക്റ്റും പിന്നെ 3 ഓപ്ഷൻസ് ആണ്. ആ ഓപ്ഷൻസ് കുറച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അത് പുതിയതായിട്ട് വന്നൊരു ചേഞ്ച് ആണ്. ഓക്കെ, ലെവൽ 1 എക്സാം സ്ട്രക്ചർ തന്നെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ലെവൽ 1 സത്യം പറഞ്ഞാൽ ഈ 10 സബ്ജക്റ്റിനെ 2ആയിട്ട് വേർതിരിക്കും. ഓക്കെ, AM സെഷൻ, PM സെഷൻ. AM സെഷൻ എന്ന് പറയുമ്പോൾ AM നമുക്കറിയാലോ മോർണിംഗ്, PM എന്താണ്, കുറച്ചൊരു ആഫ്റ്റർനൂൺ മൂഡ് അല്ലെ. അപ്പോൾ ഒരു മോർണിംഗ് 9:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 മണിക്കൂറാണ് ടോട്ടൽ എക്സാം ഉള്ളത്. AM സെഷൻ 2 hours, പിന്നെ ഒരു ചെറിയൊരു ബ്രേക്ക്, ഒരു 1/2 hour ബ്രേക്ക് ഉണ്ടാവും. പിന്നെ നമുക്കൊരു 2 hours ചെയ്ത് PM സെഷൻ എക്സാം ഉണ്ടാവും. അപ്പോൾ സെയിം ഡേയിൽ ഓൾമോസ്റ്റ് 4 hours എക്സാം ഉണ്ടാവും. ഈ എക്സാമിന്റെ ഇപ്പൊ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ, എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഈ എക്സാമിന്റെ ഇടയിൽ ഈ ബ്രേക്കിൽ നമുക്ക് ആക്ച്വലി നോട്ടൊക്കെ റെഫർ ചെയ്യാം. മനസ്സിലായി? നമ്മൾ ഫസ്റ്റ് സെഷനിൽ എക്സാം എഴുതി എന്നിട്ട് ഒന്ന് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് സ്നാക്സ് ഒക്കെ കഴിച്ച് എന്ത് ചെയ്യാം, ഒന്ന് റിഫ്രഷ് ആയിട്ടാണ് സെക്കൻഡ് എക്സാമിന് പോവുക. അപ്പോൾ ഒരേ ദിവസമാണ് എക്സാമിനേ ഉള്ളൂ, പക്ഷെ നമുക്ക് അതിന് ഇടയിൽ എന്തുണ്ട്, ഒരു ചെറിയ ബ്രേക്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ലെവൽ 1 ഇങ്ങനെയാണ് എക്സാംസ് ഉള്ളത്. ലെവൽ 2 ഇതേപോലെയാണ്. ഓക്കെ, ഇത് ഇപ്പോ ലെവൽ 3 കേസ് പറയുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾസ് അവിടെ കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓപ്ഷണൽ മൊഡ്യൂൾസ് അതിൽ വരുന്നുണ്ട്. സ്പെസിഫിക് ആയിട്ട് കുറച്ച് ഓപ്ഷണൽ മൊഡ്യൂൾസ് വരുന്നുണ്ട്. ഇനി ലെവൽ 1 ഞാൻ പറയുകയാണെങ്കിൽ പൊതുവെ ഇപ്പൊ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ലെവൽ 1 സ്റ്റാർട്ട് ചെയ്യണമല്ലോ. ലെവൽ 1 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ MCQ ആണ് ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, MCQന്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയുകയാണെങ്കിൽ 3 ഓപ്ഷൻസേ ഉള്ളൂ. 4 ഓപ്ഷൻ ഇല്ല. അപ്പൊ നമുക്കറിയാലോ, AC പഠിക്കുന്ന ഒരാളാണ്, 4 ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതില് ഏതെങ്കിലും ഒന്ന് തെറ്റിയ പോയില്ലേ മാർക്ക്. 3 എണ്ണത്തിൽ ശരിയാവാനുള്ള ചാൻസ് എന്തായി, ഒന്ന് കൂടി. 33% ചാൻസ് നമുക്ക് കൂടി. അപ്പൊ കറക്കി കുത്താണെങ്കിൽ വരെ ചിലപ്പോൾ ചെറിയ ചാൻസ് കിട്ടും. അപ്പൊ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് എന്തിൽ വരുന്നത്, MCQല് വരുന്നത്. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇപ്പോ നമ്മളിപ്പോ പല 10 സബ്ജക്ട്സുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ലെവൽ 1 ലെവൽ 2 ആവട്ടെ, എങ്ങനെയാണ് ആ സബ്ജക്ട്സ്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത്? തിയറിറ്റിക്കൽ ആണോ അല്ലെങ്കിൽ വെറും പ്രോബ്ലം ബേസ്ഡ് ആണോ? രണ്ടും കൂടെ ഒരു മിക്സ്ചർ ആണ്. ഇപ്പൊ തിയറിറ്റിക്കൽ എന്ന് പറയുമ്പോൾ പ്യുവർലി തിയറിറ്റിക്കൽ അല്ല, കൺസെപ്ച്വലി പഠിക്കണം. മനസ്സിലായി? അപ്പൊ നമ്മൾ SC എടുക്കുന്ന ആൾക്കാരെ നമുക്ക് അറിയുന്ന ഒരു കാര്യമല്ലേ, നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. എന്ത്, വളരെ കോൺസെപ്ച്വലി നമ്മൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന തിയറിയാണ് എന്തുള്ളത് ഇതിലുള്ളത്. ബൈ ഹാർട്ട് പറ്റൂല. എന്തുകൊണ്ട്? MCQ ആണ്. MCQല് ബൈ ഹാർട്ട് പഠിച്ചു പോയാൽ എന്ത് കിട്ടൂല, വേർഡിംഗിൽ ചേഞ്ച് നമ്മൾ കയ്യിൽ നിന്ന് പോകും. റൈറ്റ്? അപ്പൊ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. പിന്നെ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. കാൽക്കുലേഷൻസ് ഭയങ്കര ഡിഫിക്കൾട്ട് അല്ല. ഓക്കെ, എന്നാൽ ഞാൻ എന്ത് പറയുന്നില്ല, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ആസ് വെൽ. റൈറ്റ്? ബേസിക് മാത്ത് അല്ല, കുറച്ച് എന്തിലേക്ക് പോകുന്നുണ്ട്, കുറച്ച് എക്സ്ട്രാ മാത്തിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ മാത്ത് എന്തല്ല, കോർ അല്ല. റൈറ്റ്? സോ ഇറ്റ് കംസ് അറൌണ്ട് ടു 10 to 15% ആണ് എന്ത് വരുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് വരുന്നത്, മാത്സ് വരുന്നത്. ബാക്കി ഏരിയാസ് ഒക്കെ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കൊമേഴ്സ് ഫീൽഡിൽ കോഴ്സ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്, ഓർ കൊമേഴ്സ് ഫീൽഡിൽ ഓൾറെഡി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾ പഠിച്ച സബ്ജക്ട്സിന്റെ അഡ്വാൻസ് വേർഷൻസ് ആണ് ഇവിടെ പഠിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, FSA എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആ FSA എന്ന് പറയുന്ന സബ്ജക്ട് ബേസിക്കലി പറയുകയാണെങ്കിൽ ACCA നമ്മൾ SBR എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്, സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ്. CA ആണെങ്കിൽ അത് FR ആണ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫൈനലിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ഡീൽ ചെയ്യുന്നത്, വി ഡീൽ വിത്ത്
മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇതാണ് നമ്മൾ എവിടെയും പഠിക്കുന്നത്, CFA പഠിക്കുന്നത്. യെസ്, ഫോർ മീ പേഴ്സണലി ഞാൻ ACCA SBR പഠിച്ചതുകൊണ്ട് എനിക്ക് FSA അധികം എന്തിടേണ്ടി വന്നില്ല, എഫേർട്ട് ഇടേണ്ടി വന്നില്ല CFA പഠിക്കുന്ന സമയത്ത്. ഓക്കെ, ഐ ഹവ് ഹേർഡ് പബ്ലിക്കലി എല്ലാവരും പറയുന്നത്, ഇപ്പൊ കാൻഡിഡേറ്റ്സ് പഠിക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് വെച്ചാൽ FSA ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് പറയും. എന്തുകൊണ്ട്? അതിൽ ബേസ് ഇല്ലാതെ വരുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് ഇഫ് യു ഓൾറെഡി ഹാവ് എ ബേസ് ഇൻ ദിസ് സബ്ജക്ട്, നമുക്ക് കുറെ എന്ത് ചെയ്യാൻ കവർ ചെയ്തെടുക്കാം. പിന്നെ എക്വിറ്റീസ് എന്ന് പറഞ്ഞ സബ്ജക്ട് പഠിക്കുന്നുണ്ട്, അതേപോലെ എന്താണ് എക്കണോമിക്സ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. ഇതിൽ ഐ വുഡ് സേ ഒരു 60 to 70% സബ്ജക്ട്സും നമുക്ക് ഓൾറെഡി ACCM CA എടുത്ത ആൾക്കാരാണെങ്കിൽ ഓർ CMA അങ്ങനത്തെ കോഴ്സ് കൊമേഴ്സ് ഫീൽഡിൽ ഓൾറെഡി ക്വാളിഫിക്കേഷൻ എടുത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഓവർലാപ്പ് ഉള്ള സബ്ജക്ട്സ് ആണ്. ഓക്കെ, ഇപ്പോ ബേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിൽ എന്തെങ്കിലും പ്രീ റിക്വസിറ്റ്സ് ഉണ്ടോ, അതായത് ഒരു ജോയിൻ ചെയ്യുന്ന സമയത്ത്? എക്സാക്ട്ലി, ഗുഡ് ക്വസ്റ്റ്യൻ. CFA ലെവൽ 1 സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ CFA പ്രീ റിക്വസിറ്റ്സ് എന്ന് പറഞ്ഞ കുറച്ച് ടെക്സ്റ്റ് ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇഫ് യു ഡോണ്ട് ഹാവ് എ ബേസ് അറ്റ് ഓൾ, തീരെ ഇല്ലെങ്കിൽ പ്രീ റിക്വസിറ്റ്സ് വെച്ച് നമ്മൾ പഠിക്കണം. ഓക്കെ, ഞാൻ ഇനി ഇൻസ്റ്റിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? വി ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം ദി ബേസ്, റൈറ്റ്? അതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ എ സ്റ്റുഡന്റ്, നിങ്ങൾ ACCA കഴിഞ്ഞൊരു വ്യക്തിയാണ് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ CA ഫൈനൽ കഴിഞ്ഞൊരു വ്യക്തിയാണ് അസ്യൂം ചെയ്യുക, നിങ്ങൾക്ക് എല്ലാം ഓർമ്മ ഉണ്ടാവോ? സ്വാഭാവികമായിട്ട് എന്തുണ്ടാവില്ല, എല്ലാം ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അപ്ഡേറ്റ് സബ്ജക്ട്സിൽ ചെറിയ ഡിഫറൻസും വരുമല്ലോ, എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, എല്ലാം സിമിലർ ആവണമെന്നില്ലല്ലോ. UK US ഇന്ത്യ, റൈറ്റ്, എല്ലാം വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വളരെ ബേസ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈം വാല്യൂ ഓഫ് മണി, റൈറ്റ്? CFA അസ്യൂം ചെയ്യുന്നത് എന്താണ്, ടൈം വാല്യൂ ഓഫ് മണി എല്ലാവർക്കും അറിഞ്ഞിരിക്കണം എന്നുള്ള അസംഷനിലാണ് എന്ത് ചെയ്യുക, പറയാ. പക്ഷെ നമ്മളത് എന്ത് ചെയ്യും? പഠിപ്പിക്കും, റൈറ്റ്? നമ്മൾ ACCA എങ്ങനെയാണോ പഠിപ്പിക്കുന്നത്, ബേസ് എങ്ങനെയാണോ തുടങ്ങുന്നത്, അതേപോലെ തന്നെ CFA എന്ത് ചെയ്യും? ഫ്രം ദി ബേസ് അപ്പ് നമ്മൾ മെല്ലെ ബിൽഡ് ചെയ്യും. സോ വിൽ ഹാവ് ലോട്ട്സ് ഓഫ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, CFA കൊടുക്കുന്നത്. ഓക്കെ, ഇതിപ്പോ നമ്മളുടെ ക്ലാസ്സസ് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഒരു എങ്ങനെയാണ് ഇതിന്റെ ക്ലാസ് സ്ട്രക്ചേഴ്സ്? ഇപ്പൊ നമ്മൾ ഇൻസ്റ്റയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്ലാൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്കിപ്പോൾ CFA നമ്മൾ തുടങ്ങാന്ന് ചെറുതായിട്ട് അനൗൺസ് ചെയ്ത സമയത്തൊക്കെ നമുക്ക് എൻക്വയറീസ് വന്നത് വർക്കിംഗ് പ്രൊഫഷണൽസിന്റെ കയ്യിൽ നിന്നാണ് അധികവും, റൈറ്റ്? വർക്കിംഗ് പ്രൊഫഷണൽസ് ആവുമ്പോൾ അവർക്ക് ഫ്രീ ആവുന്ന ടൈമിലല്ലേ നമ്മൾ ക്ലാസ് എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ അവർക്ക് ഫ്രീ ആവുന്ന ടൈം പൊതുവെ എന്താണ്, ഈവനിങ്സ് ആണ്. അപ്പൊ ഈവനിങ്സ് ഒരു വി വുഡ് സേ 6 to 9 PM ഇന്ത്യൻ ടൈം. അപ്പൊ UAയിലുള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിക്കായിരിക്കും എന്ത് ചെയ്യുക, ക്ലാസ് ടൈമിങ്സ് നമ്മൾ വെക്കുക. ഓൾമോസ്റ്റ് ഒരു 3 hours ഡെയിലി ബേസിൽ ക്ലാസ് ഉണ്ടാവും. വീക്കെൻഡ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ അവേഴ്സ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും, ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. കാരണം നമുക്ക് അത്രയും കണ്ടന്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ക്ലാസ്സസ് എല്ലാ ദിവസവും ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്? അതായത് ഇപ്പൊ CFA ഇപ്പൊ ACCA പഠിക്കാൻ നമുക്കറിയാം, പൗണ്ട് റേറ്റ് അറിയാം, എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് പരിചയം ഉണ്ടല്ലോ, അല്ലെ? ഇപ്പോ നമ്മളിപ്പോ CFA ആണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഓരോ സ്ട്രക്ചേഴ്സിന് എങ്ങനെയാണ് വരുന്നത്? CFA ലെവൽ 1, ലെവൽ 2, ലെവൽ 3 2025 ഫീ സ്ട്രക്ചറിൽ എന്ത് വന്നു, ചേഞ്ച് വന്നു. ഓക്കെ, 2025 മുന്നേ, ഇപ്പൊ 2025 ഏപ്രിൽ വരെ ഒരു ഫീ സ്ട്രക്ചർ ആയിരുന്നു. ആ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറോൾ ചെയ്യാൻ, ഇനീഷ്യൽ രജിസ്ട്രേഷൻ ചെയ്യാൻ നമുക്കൊരു ഫീ ഉണ്ടായിരുന്നു, $350. അപ്പൊ നമ്മൾ എക്സാം ഒന്നും എഴുതണ്ട, നമ്മൾ എന്ത് ചെയ്യണം, എൻറോൾ ചെയ്യുന്ന ഫീ ഉണ്ടായിരുന്നു. മെമ്പർഷിപ്പ് ചെയ്യുന്ന പോലെ എന്താ വെച്ചാൽ സ്റ്റുഡന്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ $350 നമ്മൾ കൊടുക്കണം. അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വർഷത്തോടെ അത് ഒഴിവാക്കിയിട്ടുണ്ട്, റൈറ്റ്? $350 ഒഴിവാക്കി. ഓക്കെ, എന്നാൽ ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എക്സാമിന് നോർമലി ഫീ വരുന്നത് പണ്ട് വന്നിരുന്നത് $990 ആയിരുന്നു. ഇപ്പൊ എത്ര ആക്കിയിട്ടുണ്ട്, ഒരു $1140. $1140 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു $150 ഒരു ഇൻക്രീസ് എവിടെ വന്നു, എക്സാം ഫീം വന്നു. $350 നമ്മൾ അവിടെ സേവ് ചെയ്തു. ലെവൽ 1 $150 ഒന്ന് കൂടി, ലെവൽ 2 ഏകദേശം 150, ലെവൽ 3 ഏകദേശം എത്ര $1 കൂടി, $150 കൂടി. അപ്പൊ ഓൾമോസ്റ്റ് എന്തായിട്ടുണ്ട്, നേരത്തെ കുറഞ്ഞത് ടാലി ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇനീഷ്യലി പേയ്മെന്റ് വരുന്നത് എന്തായി, ഒന്ന് ഡിപ്പായിട്ടുണ്ട്, റൈറ്റ്? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ വലിയൊരു എമൗണ്ട് കൊടുത്ത് നിങ്ങൾ എന്താവണ്ട, നിങ്ങൾക്ക് ഒരു വറി ഉണ്ട്, മേ ബി എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊരു വറി ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ആ ഒരു ബൾക്ക് എമൗണ്ട് എന്താവുന്നില്ല, ഇവിടെ സ്പെൻഡ് ആവുന്നില്ല. ഇപ്പൊ $1140 അത് നമ്മളെ റഫ്ലി ഇന്ത്യൻ, ഞാൻ $1140 റഫ്ലി ഇന്ത്യൻ ആക്കുകയാണെങ്കിൽ ഇന്നത്തെ റേറ്റ് ഒക്കെ ആണെങ്കിൽ 87 rupees ആണ് ഓൾമോസ്റ്റ്. അപ്പൊ ഏകദേശം വരിക ഒരു 1 lakh പ്ലസ് കുറച്ച്, റൈറ്റ്? 1 lakh പ്ലസ് വരും. നമ്മള് 3ന്റെയും കൂടെ എടുത്ത് പ്ലസ് GST കൂടെ ഉള്ളതാണെങ്കിൽ ഏകദേശം വരുന്നത് 3 ലെവൽസും കൂടെ ഞാൻ പറയുന്നത് 3.5 lakhs 3.6 lakhs. ഇതാണ് എക്സാം ഫീ ഓൾമോസ്റ്റ് വരിക. എക്സാം ഫീ ഇതില് നമുക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് അങ്ങനെ എക്സാക്ട്ലി, ഗുഡ് ക്വസ്റ്റ്യൻ. നമുക്ക് ആക്സസ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്, റൈറ്റ്? ആക്സസ് സ്കോളർഷിപ്പ് നമ്മളെ CFA തന്നെ എന്ത് ചെയ്യുന്നതാണ്, നിങ്ങളുടെ
മുമ്പായിരുന്നെങ്കിൽ എൻറോൾമെന്റ് ഫീ അവർ വേവ് ചെയ്യായിരുന്നു. ഇപ്പൊ എൻറോൾമെന്റ് ഫീ ഇല്ലല്ലോ, ഇനിഷ്യൽ രജിസ്ട്രേഷൻ ഇല്ലല്ലോ. എക്സാം ഫീന്റെ വളരെയധികം അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല രീതിക്ക് നമുക്ക് എന്ത് കിട്ടും, ഡിസ്കൗണ്ട് കിട്ടും. ഐ തിങ്ക് ഇറ്റ് കംസ് അറൌണ്ട് $200 or $300 മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ, പേയ്മെന്റ് വരുള്ളൂ. എവിടുന്ന് $1,140 $200-300 മാത്രം പേയ്മെന്റിലേക്ക് കൊണ്ടുവരികയാണ് സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ. ഓക്കെ, പക്ഷെ അതിന്റെ ഒരു റിയാലിറ്റി ഞാൻ പറയാം, സ്കോളർഷിപ്പ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യാനേ, കിട്ടാന്. കാരണം ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് കേരളത്തിൽ CFA എന്താണ്, ഇപ്പോൾ നമ്മൾ ഇന്റർവ്യൂസ് ചെയ്യാണ് ഇൻസ്റ്റില്, പക്ഷെ ഇപ്പൊ നോർത്തിലൊക്കെ ആണെങ്കിൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, CFA പെർസ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഇപ്പൊ IIMs, നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോളേജിൽ MBA എടുക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, CFA പെർസ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും ആക്ച്വലി. അപ്പോൾ ഓൾമോസ്റ്റ് കുറെ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് കിട്ടുന്നുള്ളൂ, പ്രോഗ്രാം ആക്സസ് സ്കോളർഷിപ്പ് കിട്ടുന്നുള്ളൂ. ഈ ആക്സസ് സ്കോളർഷിപ്പ് അത്രയും ലിമിറ്റഡ് ആവുന്നത് കൊണ്ട് അതിന്റെ കിട്ടാനുള്ള ചാൻസ് കുറവായതുകൊണ്ട് ഞാൻ അധികം എന്ത് ചെയ്യാറില്ല, അത് പ്രൊമോട്ട് ചെയ്യാറില്ല. ബിക്കോസ് വാട്ട് ഹാപ്പൻസ് ഇസ് യു ട്രൈ ഫോർ ദി സ്കോളർഷിപ്പ് വൺസ്, യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്, യു ട്രൈ ഫോർ ഇറ്റ് അഗൈൻ, യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്, 2 years പോയി, ഡൺ. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ആയ ഒരു കാര്യം പറയുന്നത് കേട്ടോ. ഞാൻ ഐ ട്രൈഡ് ഫോർ 2 years, നടന്നില്ല. ഓക്കെ, കിട്ടിയാൽ എന്തായി, ലക്കടിച്ചു. പക്ഷെ നമുക്ക് എല്ലാ സമയത്തും നമ്മളത് എക്സ്പെക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണ്ട, മുന്നോട്ട് പോകണ്ടെന്നാണ് എന്റെ സജഷൻ ഉള്ളത്. ഓക്കെ, അപ്പോ ഈ ഒരു CFAയുടെ കൊണ്ട് ഓവറോൾ പറയുകയാണെങ്കിൽ ലൈക്ക് ജോബ് എന്നുള്ളതാണ് എല്ലാവരും അടുത്തതായിട്ട് വരുന്ന ഒരു ചോദ്യം. അപ്പൊ ജോബിന്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ഹൗ ഡസ് CFA ഗിവ് യു ആൻ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ളതാണ്. CFAയുടെ ഞാൻ ഇപ്പൊ പൊതുവെ ഇപ്പൊ CFA എടുക്കുന്ന ഒരാൾക്ക്, ഞാൻ CFA എടുത്ത് എനിക്ക് അപ്പൊ തന്നെ ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കൂലേ. അപ്പൊ അവിടെ നമ്മൾ പൊതുവെ ഇപ്പൊ എന്ത് ക്വാളിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ എന്തുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ CFA എന്ത് ചെയ്യുന്നുണ്ട്, CFA ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അവരുടെ ഒഫീഷ്യലായിട്ട് അവർ പരിപാടികൾ സ്ഥിരം നടത്താറുണ്ട്. ഓക്കെ, CFA പൂനെ, മുംബൈ, ചെന്നൈ, ഡൽഹി ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കരിയർ ഡേയ്സ് നടത്താറുണ്ട്. ഓക്കെ, ഈ കരിയർ ഡേയ്സിൽ വലിയ വലിയ കമ്പനീസ്, മൾട്ടിനാഷണൽ ഇന്റർനാഷണൽ കമ്പനീസ് വന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്, റിക്രൂട്ട് ചെയ്ത് പോകാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ അലയൻസ് ബേൺസ്റ്റീൻ എന്ന് പറഞ്ഞ കമ്പനി ഞാൻ അവിടെ പരിചയപ്പെടാം. ഞാൻ ഒരു കരിയർ ഡേക്ക് എന്ത് ചെയ്തു, ഒന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് പോയി നോക്കി. അലയൻസ് ബേൺസ്റ്റീൻ എന്ന കമ്പനി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ വലിയ വലിയ കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കരിയർ ഡേക്ക് പോകുമ്പോൾ യു ഗെറ്റ് ടു എക്സ്പീരിയൻസ് എന്ത് ആക്ച്വലി ആ ഒരു എംപ്ലോയേഴ്സിന്റെ അവരുടെ എക്സ്പെക്ടേഷൻ എന്താണ്, അവരെന്താണ് ചെയ്യുന്നത്, അല്ലെ, അവരുടെ വർക്ക് എന്താണ്, പല ടൈപ്പ് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. അപ്പൊ അവിടെ ഞാൻ അലയൻസ് ബേൺസ്റ്റീൻ മൾട്ടിനാഷണൽ കമ്പനിയാണെന്ന് പറഞ്ഞു. ഈ കമ്പനി നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവും. അല്ലെ, മൾട്ടിനാഷണൽ കമ്പനിയാണ്, അവർക്ക് എന്ത് ഇമ്പോർട്ടൻ്റാ, 2 days ലീവ് കൊടുക്കണം, അല്ലെ, വെക്കേഷൻ ടൈം കറക്റ്റ് കൊടുക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അവിടെ വന്ന വേറൊരു ടൈപ്പ് ഓഫ് ഓഫീസ് പറഞ്ഞത് ഒരു സ്മോൾ ഓഫീസാണ്, ഫാമിലി ഓഫീസ്. ഫാമിലി ഓഫീസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ലുലു ഗ്രൂപ്പിനെ പറയാം, യൂസുഫ് അലിയുടെ ഒരു ഫാമിലിയുടെ അസ്യൂം ചെയ്യാം, യൂസുഫ് അലിയുടെ ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീം ഉണ്ടാവില്ലേ, പ്രോബബ്ലി, അല്ലെ, അങ്ങനെ ഒരു ടീം ഹാൻഡിൽ ചെയ്യുന്ന ആ ടീമിൽ വർക്ക് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ അവിടെ വന്നത് അന്ന് എനിക്ക് കറക്റ്റ് കമ്പനി ഏതാണെന്നും ഏത് ഫാമിലി ആണെന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ പ്രോമിനന്റ് ആയിട്ടുള്ള നല്ല കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരു ഫാമിലിയുടെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, ഫിനാൻസ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു മാനേജർ വന്നിട്ടുണ്ടായിരുന്നു. അയാളും കുറെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേരിയഡ് ആയിട്ടുള്ള എന്ത് കിട്ടും, എക്സ്പീരിയൻസ് കിട്ടും. അത് ഭയങ്കര വാല്യൂഡാണ്. ഓക്കെ, സോ വാട്ട് യു കേറ്റർ ഇസ് യു ഹാൻഡിൽ ഫിനാൻസ് ഓഫ് ലോട്ട്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ. You can handle finance of the major companies. You can handle finance of high net worth individuals, HNIs. Yes, okay. ഇതൊക്കെ എടുക്കാം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ നീഷസ് ഉണ്ട്, കുറെ എന്തുണ്ട്, സബ് മാർക്കറ്റ്സ് ഉണ്ട്. ഇവിടെയൊക്കെ കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ CFA തന്നെ കണ്ടക്ട് ചെയ്യുന്ന കരിയർ ഡേ, നമുക്ക് അവിടെ പോയിട്ട് CFAയുടെ അണ്ടറിൽ എംപ്ലോയേഴ്സ് വരുന്നു, അവർ നമ്മളെ റിക്രൂട്ട് ചെയ്ത് പോകുന്നു. അതൊന്ന്. CFAയുടെ പേജസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കരിയേഴ്സിന്റെ സപ്പോർട്ട് അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, CFA ഇൻസ്റ്റിറ്റ്യൂട്ട് മെമ്പർഷിപ്പ് എടുക്കാം, നമുക്ക് ഇന്ത്യ ബേസ്ഡ്, റൈറ്റ്, മെമ്പർഷിപ്പ് എടുക്കാൻ അതിന്റെ സപ്പോർട്ട് നമുക്ക് വേറെ ഉണ്ട്. ചാപ്റ്റേഴ്സ് പോലെ എക്സാക്ട്ലി. അവരെന്ത് ചെയ്യുന്നുണ്ട്, കുറെ ഇവന്റുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദേ കണ്ടക്ട് എന്തെന്ന് പറയാം. പിന്നെ ഉള്ളത് ഇപ്പോൾ മുംബൈയിലായിക്കോട്ടെ, ബാംഗ്ലൂരിലായിക്കോട്ടെ, അവർ സ്ഥിരം എന്ത് കണ്ടക്ട് ചെയ്യാറുണ്ട്, ഈ പ്രോമിനന്റ് ആയിട്ടുള്ള ഫിനാൻസ് എക്സിക്യൂട്ടീവ്സ് ഇല്ലേ, അവരുടെ ഒക്കെ സ്പീച്ചസ് കാര്യങ്ങൾ സ്ഥിരം കണ്ടക്ട് ചെയ്യും. ഓക്കെ, റൈറ്റ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അശ്വന്ത് ദാമോദരൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഉണ്ട്. പുള്ളിക്കാരനാണ് ഈ ഒരു ഫിനാൻസ് ഫീൽഡിൽ ഭയങ്കര പേര് കിട്ടൊരു വ്യക്തിയാണ്. അപ്പൊ പുള്ളിക്കാരൻ നടത്തുന്ന, അപ്പൊ US ഭയങ്കര വലിയ വലിയ കോളേജസിൽ, യൂണിവേഴ്സിറ്റീസിൽ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരനൊക്കെ CFA എന്ത് ചെയ്യാറുണ്ട്, വിളിച്ച് ഇവിടെ ഇന്ത്യയിൽ പരിപാടി നടത്താറുണ്ട്. റൈറ്റ്. അപ്പോൾ യു ഗെറ്റ് ദി എക്സ്പോഷർ ഫ്രം ദി ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ്. റൈറ്റ്. അത്രയും എക്സ്പോഷർ CFA എന്ത് ചെയ്യുന്നുണ്ട്, CFA ബിൽഡ് ചെയ്യാൻ വേണ്ടി CFA തന്നെ നമ്മളെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഓക്കെ. ഇപ്പോ നമ്മളിപ്പോ നമ്മളെ ACC കേസ് അതെ, പറയാം. അതെ. ACC Yes, yes. ആയതുകൊണ്ടാണ് അതെ, ACC അതെ, ലിങ്ക് അതെ, ചെയ്ത് അതെ. പറയുന്നത്. അപ്പോൾ ACC കേസ് പറയുന്നത് ഇപ്പൊ നമുക്ക് ബിഗ് ഫോർ ഒക്കെ വർക്ക് ചെയ്യുക എന്നുള്ളൊരു സാധനമാണ് നമ്മളുടെ എല്ലാവരും ഇനീഷ്യലി ഉണ്ടാവുക. അപ്പൊ അതേപോലെ ഇപ്പോ CFA ക്ക് അങ്ങനെ എന്തെങ്കിലും, അതായത് BCG, McKinsey അങ്ങനത്തെ കമ്പനീസ്, നമ്മള് ഒരു ബിഗ് 3 എന്നൊക്കെ പറയാം അല്ലെ. BCG, McKinsey ആൻഡ് കമ്പനി, പിന്നെ Bain and Co. ഈ 3 കമ്പനീസ് ആണ്. ഈ 3 കമ്പനീസ് കൺസൾട്ടിങ് കമ്പനീസ് ആണ്. ഞാനത് പറയാം, CFA is not completely for those companies, right? Big 3 കമ്പനീസിന് മാത്രമല്ല, that is one option for you. Okay. Consulting എന്ന് പറയുമ്പോൾ what are you providing? You are providing advice to the management of other companies. അപ്പോൾ നിങ്ങൾ McKinsey ആൻഡ് കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു എക്സാമ്പിളോട് പറയുകയാണ്, നിങ്ങൾ മേ ബി കൊക്കോകോള എന്ന് പറഞ്ഞ കമ്പനിയിൽ പോകും, നിങ്ങളൊരു എക്സിക്യൂട്ടീവ്, McKinseyയുടെ എക്സിക്യൂട്ടീവ് നിങ്ങൾ പോകും, കൊക്കോകോളയിൽ സ്ട്രാറ്റജിക് ആയിട്ട് ഡിസിഷൻ എടുക്കണം, അതിൽ അഡ്വൈസ് നിങ്ങൾ കൊടുക്കും. റൈറ്റ്. മേ ബി അവിടെ എന്താവണമെന്നില്ല, നമ്മൾ അധികം ഹെവി കാൽക്കുലേഷൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരണമെന്നില്ല മേ ബി അഡ്വൈസ് കൊടുക്കുന്നതിൽ. അത് കൺസൾട്ടിംഗ് ആണ്. ആ ഫീൽഡ് CFA ക്ക് ഓപ്പൺ ആണ്. അത് മാത്രമല്ലാതെ തന്നെ വളരെയധികം റിസർച്ച് ചെയ്യുന്നത്, എങ്ങനെ മാർക്കറ്റ് റിസർച്ച് നടത്തുക. മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൊക്കോകോളക്ക് തന്നെ ഇപ്പം നമ്മൾ അഡ്വൈസ് കൊടുത്തു, ഈ അഡ്വൈസിന് വേണ്ടി നമ്മൾ റിസർച്ച് നടത്തണം. ഈ McKinsey എന്ന കമ്പനിയുടെ ഉള്ളിൽ തന്നെ നമ്മൾ റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്ന ഏരിയസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവോൾവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഡേറ്റ അനലിറ്റിക്സ് എന്ന് നമ്മൾ പറയൂലേ, എന്ത് നമ്മുടെ വി ലുക്ക് ഇൻ ടു എന്ത്, ഇപ്പോൾ കൊക്കോകോള ആണെങ്കിൽ കോമ്പറ്റർ അനാലിസിസ് നമ്മൾ പറയില്ലേ, ആരെ കോമ്പറ്റർ? പെപ്സിയാണ്. പെപ്സിക്ക് എത്ര യൂണിറ്റ് സെല്ലായി, യൂണിറ്റ് എവിടെ സെല്ലാവുന്നുണ്ട്, റൈറ്റ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്നതിലും ഒക്കെയും സപ്പോർട്ട് ചെയ്യുന്നതിൽ ആരും ഇൻവോൾവ് ആയിരിക്കും? CFA അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവോൾവ് ആയിരിക്കും. ഇപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, ഈ ലെവൽ 1 പാസ് ആയതിനു ശേഷം, അതിപ്പോ ഒരു BCom കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്, ലെവൽ 1 പാസ് ആയതിനു ശേഷം ജോബ് മാറുക, അല്ലെങ്കിൽ ജോബിലേക്ക് നമുക്ക് ആ ഒരു എഡ്ജ് കിട്ടുമോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ലെവൽ 1 പാസ്സായ ഉടനെ തന്നെ CFAയുടെ കരിയർ ഡേക്ക് അറ്റൻഡ് ചെയ്യാം. റൈറ്റ്. കരിയർ ഡേക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് യു ആർ സമ്മൺ ഹൂ ഹാസ് ഇന്റർവ്യൂയിങ് സ്കിൽസ്, റൈറ്റ്, അത് ആര് പ്രൊവൈഡ് ചെയ്യും? നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. റൈറ്റ്. ആ ഇന്റർവ്യൂ സ്കിൽസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ക്രാക്ക്. മനസ്സിലായോ? എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ CFA കരിയർ ഡേ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളായിട്ട് ഭയങ്കര അന്വേഷണം നടത്തുന്നത് പകരം CFA അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യു ഹാവ് ഓപ്ഷൻസ് ടു അറ്റൻഡ് ദീസ് കരിയർ ഡേയ്സ്, യു ക്യാൻ ഗോ ദർ, യു ക്യാൻ എന്ത് കണ്ടക്ട്. എല്ലാ ദിവസവും ഉണ്ടാവുന്ന എക്സ്പെക്ട് ചെയ്യരുത്. ഇപ്പോൾ വർഷത്തിൽ 2-3 പ്രാവശ്യം ഓരോ ലൊക്കേഷനിലായിട്ടായിരിക്കും ഉണ്ടാവുക. യു ഹാവ് ടു ഗോ ദർ, യു ഹാവ് ടു എന്ത് നെറ്റ്വർക്ക് ദർ, റൈറ്റ്. അത് കണ്ടക്ട് ചെയ്യുക. അല്ലാത്ത പക്ഷം CFA L1 എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഡിമാൻഡ് ഉണ്ട്. എസ്പെഷ്യലി ഐ വുഡ് സേ ഫിനാൻസ് ഹബ്ബുകളായിട്ടുള്ള ഏരിയാസ്, പൂനെ, മുംബൈ, റൈറ്റ്. ഫിനാൻസ് ഹബ്സ് ആണ്. അവിടെ ഭയങ്കരമായിട്ട് എന്തുണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, റൈറ്റ്. അപ്പോൾ ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, BCom എടുത്തൊരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റി ഹണ്ട് ചെയ്യാം, റൈറ്റ്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ BCom മാത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫേസിലാണ്, റൈറ്റ്. അപ്പോൾ L1 കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കൊരു you get an entry to the field, right? Yes. Okay. L1 കഴിഞ്ഞാൽ entry to the field കിട്ടും. ആ ഫീൽഡിലേക്ക് എൻട്രി ചെയ്തിട്ട് once you start working you complete in the L2 and L3. Right. ഇപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ഇപ്പോൾ വെറും CFA കേസ് മാത്രമല്ല, ഇപ്പൊ ഏതിലാണെങ്കിൽ തന്നെ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിനെ കൊണ്ട് അത് എങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് ഒന്ന് പറയാൻ പറ്റും? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു ടൂളാണ്. അതെ. റൈറ്റ് നൗ ഇറ്റ് ഹെൽപ്സ് യു ഡു യുവർ വർക്ക്, ബട്ട് ഇറ്റ് ഡസൻറ്റ് ഡു യുവർ വർക്ക്. നമ്മുടെ വർക്ക് ഫുള്ള് ചെയ്യൂല, റൈറ്റ്. അപ്പോൾ നിങ്ങൾ CFA ആയിക്കോട്ടെ. ഇപ്പം ഞാൻ പേഴ്സണലി ഇപ്പം ഞാൻ ഇന്നലെ ഒരു ഡെവലപ്പർ, ഞാൻ പരിചയപ്പെട്ട ഡെവലപ്പറിനോട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞാൽ എന്താ അറിയോ, ഞാൻ ചോദിച്ചു, ഞാൻ പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് ചോദിച്ചു, AI യൂസ് ചെയ്യാറുണ്ടോ? അത് ചോദിക്കുന്ന ഡെവലപ്പേഴ്സിനോട് ചോദിക്കണം, അവർക്ക് കുറച്ചൊരു ഈഗോ ക്ലാഷുള്ള ഒരു സാധനം. എന്തുകൊണ്ട്? കാരണം അവരുടെ ജോലി തെറിക്കാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു സ്കോപ്പ് ഉള്ള ഒരു ഐറ്റാണ് എന്ത് AI എന്ന് അവർ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ ആളെന്താ പറഞ്ഞറിയോ, AI ഒരു 50 to 60% കോഡ് നമുക്ക് തരും, ബാക്കി 50% എന്തായിരിക്കും, മിസ്റ്റേക്സ് ആയിരിക്കും. അത് നമ്മൾ തിരുത്തണം, റൈറ്റ്. അപ്പൊ ആ തിരുത്തുന്നതിൽ നമുക്ക് എന്ത് വേണം? തിരുത്തണമെങ്കിൽ വല്ല വിവരം വേണ്ടേ, റൈറ്റ്, നോളേജ് വേണം. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക, ഇഫ് യു ആർ എ ഡെവലപ്പർ ഹു ഹാസ് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ്, നമുക്കത് മിസ്റ്റേക്സ് എന്തെങ്കിലും തിരുത്താം. ബട്ട് ഇറ്റ് മേക്സ് യുവർ ജോബ് ഈസിയർ. എന്തുകൊണ്ട്? 50% കംപ്ലീറ്റ് ആയി, ബാക്കി 50%. യെസ്. CFAയും സെയിം ആണ്, ACCക്കും സെയിം ആണ്. വി ഡു ഓൾമോസ്റ്റ് സെയിം വർക്ക്, റൈറ്റ്. കുറച്ച് ഫീൽഡ് മാറി, കൊമേഴ്സിലാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും എന്ത് തന്നെയാണുള്ളത്, ഈ ഒരു കാര്യം തന്നെയാണുള്ളത്, AI ടൂളായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസും അറിയില്ല നിങ്ങൾക്ക്, അസ്യൂം ചെയ്യാം. നിങ്ങൾ AI കൊണ്ട് അത് പ്രിപ്പയർ ചെയ്യിപ്പിച്ചു. ഇത് ശരിയാണോ തെറ്റോ എന്ന് ആർക്കറിയാം? നമുക്കറിയില്ല, റൈറ്റ്. അത് ആര് വേണം? യു നീഡ് എ പ്രൊഫഷണൽ, റൈറ്റ്. അപ്പോൾ ആ പ്രൊഫഷണൽ നമ്മൾ CFA ACC ആരായിക്കോട്ടെ, എല്ലാവർക്കും എന്ത് വേണം? AI ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുക. ഇറ്റ് മേക്സ് യുവർ വർക്ക് ഗോ ഫാസ്റ്റർ, ബട്ട് ഓൾവേസ് ദർ ഇസ് എ റിക്വയർമെന്റ് ഫോർ എൻ എക്സ്പെർട്ട്. മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു
ഫൈനൽസേ ഇപ്പോൾ Yes. സുനിൽ സാർ എന്താണ് ഇപ്പൊ CF നെ കൊണ്ട് ഈ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? ജസ്റ്റ് ഒന്ന്. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങളുടെ കരിയറിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫീൽഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോമ്പറ്റീവ് ഫീൽഡിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, വി നീഡ് സംതിങ് ടു മേക്ക് അസ് സ്റ്റാൻഡ് ഔട്ട്. നോ, Yes. ആ മേക്ക് അസ് സ്റ്റാൻഡ് ഔട്ടിന് പറ്റുന്ന വളരെ ഉചിതമായ ഒരു കോഴ്സാണ് എന്ത്, നമ്മളുടെ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് CFA, റൈറ്റ്? അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, Boost. നിങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ഒരു എന്തുണ്ട്, സ്കോപ്പ് ഉണ്ട്. അതെടുക്കുക. മേജർ പോയിന്റ് പറയുകയാണെങ്കിൽ CFA എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അലുമിനി ഓർ കോഹോർട്സ് പറയുന്നത് IIM MBAs എടുത്ത ആൾക്കാരായിരിക്കും. സോ യു ഗെറ്റ് എന്തെന്നറിയോ, ആ ഒരു ഫീൽഡിലേക്ക് നമ്മൾ കയറി എന്നുള്ളൊരു പ്രസ്റ്റീജ് കിട്ടും. അതെ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ലിങ്ക്ഡിനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരാളെ പോയിട്ട് കണക്ട് ചെയ്യണം. ആള് CFA കംപ്ലീറ്റർ ആണ്, നിങ്ങൾ CFA L1 കംപ്ലീറ്റർ ആണ്, ആള് എന്ത് ചെയ്യും, റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. വൺസ് യു ബിൽഡ് ദ കണക്ഷൻ, സുറു സാറിന് അറിയാലോ, കണക്ഷനിലേക്ക് കണക്ഷൻ ബിൽഡ് ചെയ്താൽ പിന്നെ ജോബിലേക്ക് എത്തുന്നതായി ഈസറായി, റൈറ്റ്? ഓൾവേസ് ദിസ് ഇസ് എവറിത്തിങ് എന്ത് ടു ലീഡ് യു ടു എ ജോബ്, റൈറ്റ്? അതിനെ ഹെൽപ്പ് ചെയ്യാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഇത് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആൻസർ ചെയ്തു, തീർന്നിട്ടില്ല, ഇനിയുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ. അപ്പോൾ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഡു കമന്റ് ബിലോ. നമ്മൾ നെക്സ്റ്റ് സെഷനിൽ എന്തായാലും അതിനുള്ള റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യും.